ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൊമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർവൽ DC സൈഡിൽ നിന്ന് കുറച്ച് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയാതെ ഫസ്റ്റ് നമ്മുടെ മാർവലിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡെയർഡെവിൽ ബോൺ അഗെയിൻ എന്നുള്ളൊരു സീരീസ് ഓൾറെഡി കൺഫേം ഒക്കെ തന്നെയാണ്. എന്തായാലും നെക്സ്റ്റ് ഇയർ റിലീസ് ആവുന്നതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എങ്കിൽ എന്തായാലും ആ ഒരു സംഭവം നടക്കുന്ന കാര്യം 100% ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സീരീസോട്ട് ചുറ്റിപ്പറ്റി മുന്നേ വന്നിട്ടുള്ളൊരു റൂമറാണ്. അതായത് ഈ ഒരു സീരീസിനകത്ത് വൈറ്റ് ടൈഗർ എന്നുള്ളൊരു ക്യാരക്ടർ അപ്പിയർ ആവും എന്നുള്ളൊരു റൂമർ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഡിസ്നി പ്ലസിൽ വൈറ്റ് ടൈഗറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ കീഴിൽ ഒരു സീരീസ് ഡെവലപ്മെൻറ്റിലാണെന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡെയർഡെവിൽ ബോൺ അഗെയിനകത്ത് ഇപ്പോൾ വൈറ്റ് ടൈഗർ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഏകദേശം ഒരു 90-95% കൺഫേം ആയിട്ടുള്ള മറ്റൊരു ഡെയർഡെവിൽ ബോൺ അഗെയിൻ അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു സീരീസിനകത്ത് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മെയിനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ മാർവലിലുള്ള മ്യൂസ് എന്നുള്ളൊരു ക്യാരക്ടറാണെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആക്ടറായിട്ട് അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ വെനസ്ഡേ സീരീസിനകത്ത് വന്നിട്ടുള്ള ഹണ്ടർ ഡോഹൻ എന്നുള്ള ആ ഒരു ആക്ടറാണെന്നൊക്കെ പല റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. മിക്കവാറും ഇത് റിയൽ ആവാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസ് എന്നുള്ള ക്യാരക്ടറായിട്ട് ഹണ്ടർ ഡോഹാൻ ആണെങ്കിൽ വൈറ്റ് ടൈഗറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതായത് നമ്മുടെ ജെന്ന ഓർട്ടേഗ എന്നുള്ള ആക്ട്രസ് വൈറ്റ് ടൈഗറായിട്ട് വരുമോ എന്നൊക്കെ റൂമേഴ്സിലൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ടിരുന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ വെനം 3 ആയിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെനം 3യുടെ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ടൈറ്റിലിൻ്റെ ഒരു ലോഗോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ സോണി റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സിനിമാകോൺ ഇവൻറ്റിലാണ് ഈ ഒരു സംഭവം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് നമ്മുടെ എപ്പോഴും എല്ലാ പടത്തിലും അവർ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ വെനത്തിൻ്റെ ലോഗോയും അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് 3 എന്നൊരു റെഡ് കളറിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റെഡ് കളർ കൊണ്ട് അവർ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലെങ്കിലും അത് സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ആ ഒരു യൂണിവേഴ്സും നമ്മുടെ വെനം യൂണിവേഴ്സും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു വെനം 3 മൂവി വരാൻ പോകുന്നതെന്ന് നമ്മൾ പല റൂമേഴ്സിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നടക്കാനുള്ളൊരു ചെറിയ സാധ്യതയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിനകത്ത് അപ്പിയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോക്സിൻ എന്നുള്ളൊരു മെയിൻ സിംബയോട്ടിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് പോകാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ മാർവലിൻ്റെ ദി ജൂറി എന്നുള്ള ഒരു കുറച്ച് വിജിലാൻറ്റി ടീമിനെ നമുക്ക് കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും വെനത്തിൻ്റെ ഒരു കോമിക്കിലാണ് ഇവർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ ജൂറി എന്നുള്ള ആ ഒരു ടീം മെമ്പേഴ്സും ഈ ഒരു പടത്തിനകത്ത് അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. കൺഫേം ഒന്നും വരില്ല, ജസ്റ്റ് ലീക്സ് മാത്രമാണ്. കാരണം ഓൾമോസ്റ്റ് ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. വരാൻ പോകുന്ന നമ്മുടെ സൂപ്പർ ബൗൾ ഇവൻറ്റിൽ വെച്ചിട്ട് ഫസ്റ്റ് ടീസർ ട്രെയിലർ വരുമെന്നൊക്കെ റൂമേഴ്സിലൊക്കെ കേൾക്കുന്നുണ്ട്. വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി DC-യുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് അടുത്ത വർഷം നമ്മുടെ DC-യിൽ നിന്ന് വരുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള സൂപ്പർമാൻ ലെഗസി എന്നുള്ള മൂവിക്കകത്ത് സൂപ്പർ ഗേൾ എന്നുള്ളൊരു ക്യാരക്ടർ വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് നമ്മൾ ഫ്ലാഷ് പടത്തിനകത്ത് കണ്ടിട്ടുള്ള സാഷ കാലം എന്നുള്ള ആക്ട്രസ് അല്ലെന്ന് ഇപ്പോൾ ഏകദേശം 100% കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു പടത്തിനകത്ത് അതായത് സൂപ്പർമാൻ ലെഗസി എന്നുള്ള പടത്തിനകത്ത് സൂപ്പർ ഗേളായിട്ട് വരാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ ആക്ട്രസുകളെ വെച്ചിട്ട് ഓഡീഷന് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഓഡീഷനിൽ ഇപ്പം 3 ആക്ട്രസുകളുടെ പേരാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് മില്ലി ആൽക്കോക്ക് എന്നുള്ള ഒരു ആക്ട്രസിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മുടെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് ഒക്കെ സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു ആക്ട്രസും ഇതിന് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി ഈ ഒരു ആക്ട്രസിനെ എനിക്ക് സൂപ്പർ ഗേളായിട്ടൊന്നും പക്കായിട്ട് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എമീലിയ ജോൺസൺ എന്നുള്ളൊരു ആക്ട്രസും ഇതിനകത്ത് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു വുമൺ ഓഫ് ടുമോറോ എന്നുള്ളൊരു കോമിക്സിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിങ്ക് ആവുന്ന രീതിയിലുള്ള ഒരു ആക്ട്രസിനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് തേർഡ് എന്ന് പറയുന്നത് മെക് ഡോണലി എന്നുള്ള ഒരു ആക്ട്രസും ഈ ഒരു ഓഡീഷന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇപ്പം എമിലിയ ജോൺസും അതേപോലെ തന്നെ മെക് ഡോണലി എന്നുള്ള ഈ ഒരു ആക്ട്രസും സൂപ്പർ ഗേളിന് അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റ് ആവുന്ന രീതിയിലുള്ള 2 പേരായിട്ട് തോന്നുന്നത്. അപ്പം ഇവരിൽ 2 പേരിലോ അല്ലെങ്കിൽ ഇവർ 3 പേരിലോ നിങ്ങൾക്ക് പേഴ്സണലി സൂപ്പർ ഗേളായിട്ട് പക്ക സെറ്റ് ആവുന്ന ആരാന്ന് ജസ്റ്റ് താഴെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം സൂപ്പർ ഗേൾ എന്നുള്ള ക്യാരക്ടർ ഈ ഒരു പടത്തിൽ വരുമെന്നും കൺഫേം ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മൊത്തത്തിൽ ഈ DC-യുടെ സൈഡിൽ നിന്ന് ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളൂ. അപ്പം നമ്മുടെ മാർവൽ DC സൈഡിൽ നിന്ന് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു അപ്ഡേറ്റ് അതാണ് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.